ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്തായുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഇതുപോലത്തെ പൈപ്പ് ഫിൽറ്ററിൻ്റെ പോരായ്മകളാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തു, എങ്ങനെയാണ് ഫിൽറ്റർ ഉണ്ടാക്കേണ്ടത്, ഇതുപോലത്തെ പൈപ്പ് ഫിൽറ്റർ ഈ ഡിസൈനും അതുപോലെ പാരലായിട്ട് വയ്ക്കുന്നതും, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതുപോലെ ഒത്തിരി പേര് ചാറ്റ് ചെയ്തും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തൊക്കെ എങ്ങനെയാണ് ഫിൽറ്റർ ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ പലർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫിൽറ്ററുകൾ നിർമ്മിക്കാവൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഡിസൈൻ എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ ഫിൽറ്ററിൻ്റെ ഇതിനകത്തേക്ക് നേരിട്ട് പൈപ്പ് ഇറക്കാണ്, അതുപോലെ അതിൽ നിന്ന് നേരെ തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ പൈപ്പ് ഈ ഭിത്തിയോട് ചേർത്തല്ല വെച്ചിരിക്കുന്നത്, പ്ലംബിങ് ചെയ്തവർ അത് കുറച്ച് നീക്കിയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു തിണ്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് ഇറക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഡിസൈനിലുള്ള ഒരു പ്രധാന പോരായ്മ എന്ന് പറഞ്ഞാൽ, ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ മെയിൻ ലൈനിലെ വെള്ളം ബ്ലോക്ക് ആവും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ പാരലായിട്ട് ഫിൽറ്റർ വയ്ക്കുന്ന ഡിസൈനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ, നമ്മൾ പിന്നീട് ഇവിടെ കണക്ടറൊക്കെ പിടിപ്പിച്ച് ടാങ്ക് കണക്ടറൊക്കെ വെക്കുന്ന നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതൊന്നല്ല, ഇതിൻ്റെ പ്രധാന പോരായ്മ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൈപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം ഇത് 6 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇത് നമുക്ക് മാക്സിമം കിട്ടുന്നത് 8 ഇഞ്ച് വരെയാണ്. ഇതിനേലും കുറച്ചും കൂടി വലുത്. അപ്പോൾ ഈ വലുപ്പം ഈ ഫിൽറ്ററിനൊക്കെ ഒരു പ്രധാന ഘടകമാണ്. എളുപ്പം കിട്ടുന്ന അളവ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും 4 ഇഞ്ച്, ഇതിനേലും ചെറുതായിരിക്കും. അപ്പോൾ ഈ പൈപ്പ് ചെറുതാവും തോറും പ്രഷർ, ഫിൽറ്ററിങ് കപ്പാസിറ്റി, മീഡിയം നിറയ്ക്കുന്നത്, ഇതൊക്കെ ഇതായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് 8 ഇഞ്ചിൻ്റെ പൈപ്പ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോരായ്മയാണ്. പിന്നെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ പശയിട്ട് ഒട്ടിക്കുക, സോൾവെൻറ്റ് ഇതൊക്കെ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതൊരു പോരായ്മയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ നിർമ്മാണം കൃത്യതയില്ലെങ്കിൽ, എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചാൽ, നമ്മളിതിലൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് എല്ലാം ഫില്ല് ചെയ്ത് പശയിട്ട് ഒട്ടിച്ച് ഇത് കണക്ട് ചെയ്ത് ഈ വെള്ളം ചാർജ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്താണെന്ന് അറിയുള്ളൂ. ഇൻ കേസ് ഇതിൽ ലീക്ക് ഉണ്ടോ, ഫിൽറ്ററിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ലീക്ക്, അപ്പോൾ എനിക്കൊക്കെ ലീക്ക് ഫേസ് ചെയ്ത് പോകണ്ടോ, ഈ ഇട്ടിരിക്കുന്ന അറാൾഡേറ്റാണ്, അറാൾഡേറ്റ് MC-യിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇട്ട് ഫില്ല് ചെയ്യേണ്ടി വരും ലീക്കൊക്കെ നിർത്താൻ. അപ്പോൾ അത് ഇതിൻ്റെ വേറൊരു പോരായ്മയാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്ട്രെയിനർ എന്ന് പറയും. ബോട്ടം സ്ട്രെയിനർ, ടോപ്പ് സ്ട്രെയിനർ. അപ്പോൾ ഇതിൽ നമ്മൾ ബോട്ടം സ്ട്രെയിനർ മാത്രമാണ് വെക്കുന്നുള്ളൂ. ഈ ബോട്ടം സ്ട്രെയിനറായിട്ട് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് വെജിറ്റബിൾ കട്ടിംഗ് ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് നിറച്ച് ഹോൾസ് ഇട്ടിട്ടാണ്. അപ്പോൾ അതിനും പോരായ്മയുണ്ട്, ആ ഹോൾസിൻ്റെ വലുപ്പം. അപ്പോൾ കാലക്രമേണ ഇതിൽ നിറച്ചിരിക്കുന്ന മണൽ, അല്ലെങ്കിൽ വലുപ്പമുള്ള കല്ല്, ചിരട്ടക്കരി, ഇതൊക്കെ ആ ഹോളിൻ്റെ വലുപ്പത്തിലുള്ളത് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് അതിൽ കൂടെ കടന്ന് നമ്മുടെ ലൈനിലേക്ക് വരും. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ടാപ്പൊക്കെ തുറക്കുമ്പോൾ അതിൽ കൂടെ ചിരട്ടക്കരി, ചെറിയ കല്ലൊക്കെ വരുന്ന കാണാം. അപ്പോൾ അതൊരു പോരായ്മയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്ട്രെയിനർ. ഈ ടോപ്പ് സ്ട്രെയിനർ വെക്കാത്തതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ, ബാക്ക് വാഷ് ചെയ്യുമ്പോൾ പ്രഷർ കൂടുതൽ വന്നാൽ, കാരണം വെള്ളം ഇവിടുന്ന് മുകളിലേക്ക് റിവേഴ്സ് അല്ലേ വരുന്നത്, പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ മണൽ ഇതൊക്കെ ഇതിൽ കൂടെ തള്ളി പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയുണ്ട് ഒരു പോരായ്മ. അപ്പോൾ നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്ട്രെയിനർ കാണിച്ചു തരാം. ശരിക്കുള്ള സ്ട്രെയിനർ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു ഡിസൈനിൽ വരും. ഒരു ഭാഗം അടഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഓപ്പൺ ആയിരിക്കും, പിന്നെ നിറച്ച് റിങ്സ് ഉണ്ടാവും. ഇത് എന്ന് പറയുന്നത് ബോട്ടം സ്ട്രെയിനറാണ്, അതുകൊണ്ടാണ് ഈ ഭാഗം അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് സ്ട്രെയിനറാണ് അതിൻ്റെ രണ്ട് സൈഡും ഇതിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും ഇങ്ങനെ. അപ്പോൾ ഈ സ്ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ്സ് ആണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നതും. അതായത് ബോട്ടത്തിൽ, ടോപ്പിലാണെങ്കിൽ ഇതിൽ കൂടെയാണ് ഈ ഫിൽറ്ററിനകത്തേക്ക് വെള്ളം കിടക്കുക. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കുറവായതുകൊണ്ട് മണൽത്തരി ഒന്നും പുറത്തേക്ക് വരില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടോ, അത് ഭയങ്കര തിക്കായിട്ട് തോന്നും. ഞാൻ ഒന്ന് ജസ്റ്റ് ബ്ലോ ചെയ്ത് കാണിച്ചു തരാം.
ഇതിൽ കൂടെ കംപ്ലീറ്റ് കാറ്റ് പുറത്തേക്ക് വരും. ഈ സ്ട്രെയിനർ വരുന്നത് മൾട്ടിപോട്ട് വാൽവ്, അതായത് നമ്മൾ വെസലിലൊക്കെ വെക്കുന്ന അതിൻ്റെ കൂടെയാണ് ഇത് വരിക. പിന്നെന്താ പറഞ്ഞു വന്നത്? ഓക്കെ, പിന്നത്തെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മിനിമം 4 വാൽവ് ഉണ്ടാവും. അതായത് മുകളിലത്തെ മെയിൻ വാൽവ്, അല്ലെങ്കിൽ ഫിൽറ്ററിലേക്കുള്ള വാൽവ്, ഫിൽറ്ററിന് ശേഷമുള്ള വാൽവ്, പിന്നെ ഫിൽറ്ററിലേക്ക് വെള്ളം ഇന്നാവുന്നത് മോട്ടറിൽ നിന്ന് കൊടുത്താലും ശരി, അല്ല ഇനിയിപ്പോൾ മെയിൻ ലൈനിൽ നിന്ന് കൊടുത്താലും. അപ്പോൾ ഇങ്ങനെ മൂന്നാമതൊരു വാൽവ്, പിന്നെ ബാക്ക് വാഷിൻ്റെ ലൈനിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു വാൽവ്. അപ്പോൾ ഇങ്ങനെ ഈ 4 വാൽവിൻ്റെ ഇതൊരു പോരായ്മയല്ല. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കൊക്കെ എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്, നമ്മളിതിങ്ങനെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് എളുപ്പം മനസ്സിലായെന്ന് വരില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, പിന്നീട് അതൊക്കെ തെറ്റിപ്പോവാം. എസ്പെഷ്യലി ഈ മോട്ടറിൽ നിന്നുള്ള ലൈൻ നമ്മൾ ബാക്ക് വാഷിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഇന്നായിട്ടുള്ള വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. ബാക്ക് വാഷിൻ്റെ പ്രൊസീജിയർ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത്തിരി ഇത് കൺഫ്യൂഷനുള്ള ആൾക്കാർ ഇത് ക്ലോസ് ചെയ്യില്ല, ഇത് തുറന്നു വയ്ക്കും. എന്നിട്ട് ഇതും അതൊക്കെ തുറക്കും. അതായത് താഴത്തെ പൂട്ടും, ബാക്ക് വാഷിൻ്റെ ലൈൻ തുറക്കും, ഇത് പൂട്ടാൻ മറക്കുക. അതുപോലെ ഇത് പൂട്ടാൻ മറന്നിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ബാക്ക് വാഷിങ് നടക്കും. പക്ഷെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇതും കൂടി തുറന്നിരിക്കുന്നതുകൊണ്ട് ഇതിലെ മുകളിലേക്കും കൂടി പ്രഷർ കയറും. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിനകത്തുള്ള മീഡിയംസ് ടാങ്ക് വരെ എത്തും. അപ്പോൾ നോക്കണേ, ലോഡ് സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. ബാക്ക് വാഷ് ചെയ്യണം, അതേസമയം തന്നെ ഈ ലൈൻ നേരെ ടാങ്കിലേക്ക് പോണതാ. പക്ഷെ ഈ എൽബോ ഒക്കെ ഇട്ടുകൊണ്ട് ഈ ലൈനിൽ പ്രഷർ കുറയും. കാരണം ഇവിടെ ഒരു എൽബോ ആണ്, ഇവിടെ എൽബോ, 2 എൽബോ ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രഷർ ഇതിൽ കുറഞ്ഞു നിൽക്കും, ഈ ലൈനിൽ കൂടുതൽ വരുന്നു. മീഡിയംസ് ഉണ്ടായിട്ട് കൂടി ഇതിൽ കൂടുതൽ വന്ന്. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ടാങ്കിൽ ഇതിനകത്ത് ഫില്ല് ചെയ്ത ചിരട്ടകരി, അതുപോലെ ഇച്ചിരി വലുപ്പമുള്ള കല്ലൊക്കെ ടാങ്കിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി പരിമിതികളുണ്ട് നമ്മളിതുപോലെ പൈപ്പ് ഫിൽറ്ററിൽ നിർമ്മിക്കുമ്പോൾ. ഈ വക പരിമിതികളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വേണം പൈപ്പ് ഫിൽറ്റർ ഉണ്ടാക്കാൻ. ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഇതുപോലെ നിർമ്മിക്കാമെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെള്ളം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞാലാണ് വെള്ളത്തിൻ്റെ ശരിയായ പ്രശ്നം എന്താണെന്ന് അറിയുള്ളൂ. അതിനുശേഷം മാത്രമാണ് നമ്മളെന്നല്ല, ഈ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്നവർ ഈ ഫിൽറ്ററിൻ്റെ വലുപ്പം, എത്ര വെസൽ വെക്കണം, എത്ര മീഡിയംസ് നിറയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പരിമിതികളുണ്ട്. ഇതുപോലെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കാമെങ്കിലും ഇതൊക്കെ പരിമിതികൾ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾക്കൊക്കെ ഇതിൽ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.